ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, പുതിയ സർക്കാർ ഭരണം തുടങ്ങിയിട്ട് അധികം ദിവസമായില്ലോ. ആഭ്യന്തര വകുപ്പാണെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ വെച്ച് വലിയ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ പൊതുവെ പോലീസുകാർ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താലും പോട്ടെ എന്ന് വെക്കുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി പോലീസിൻ്റെ പോലെയുള്ള രൗദ്രഭാവമൊന്നും ഇപ്പോഴത്തെ പോലീസ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ എന്നാലും പോലീസിൻ്റെ തനി സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വവിഖ്യാതനായ റാപ്പർ വേടനെതിരായിട്ട് കൊച്ചിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. റാപ്പർ വേടനും സംഘവും ചെയ്ത തെറ്റെന്ന് വെച്ചാൽ എറണാകുളം നഗര മധ്യത്തിൽ പനമ്പള്ളി നഗർ എന്നൊരു വലിയ ജനവാസ മേഖലയുണ്ട്. അവിടെ പോലീസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുവാദം വാങ്ങാതെ ഈ പാറ്റ സമരത്തിന് അനുകൂലമായ ഒരു ചെറിയ കലാപരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെതിരായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റകളോട് ഐക്യദാർഢ്യം അറിയിക്കാനും വേണ്ടി നടത്തിയ പരിപാടിയാണ്. അതിനെ ആ ഒരു സ്പിരിറ്റിൽ പരിഗണിക്കാനായിട്ട് നമ്മുടെ കേരള പോലീസിന് സാധിച്ചില്ല. പോലീസ് നോക്കിയപ്പോൾ ചില ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേർന്നു, അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങാതെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. പോലീസ് ആക്ട് പ്രകാരം അത് തെറ്റാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് അത് ശരിയായ നടപടിയല്ല. അപ്പോൾ പിന്നെ പോലീസ് എന്ത് ചെയ്തു? പോലീസ് കണ്ട വഴി കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്തു? കേസ് രജിസ്റ്റർ. അങ്ങനെ വേടനും നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തക കെ ഷാഹിനെയൊക്കെ പ്രതികളായിട്ട് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, വേടൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ തരം കേസുകളാണ് കോടതിയിലുള്ളത്. അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള അനുമോദനങ്ങളാണ് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ വേടൻ പനമ്പള്ളി നഗറിൽ പരിപാടി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. പുള്ളി രാജ്യത്തെ വ്യവസ്ഥയോടുള്ള എതിർപ്പുകൊണ്ടാണ്, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ വിയോജിപ്പുകൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു മഹാനായ വ്യക്തിയെ ഇങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയല്ല. ഇനി ഇതിൻ്റെ മറ്റൊരു രൂപമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കണ്ടത്. കോഴിക്കോട്ടുകാരനായ ഒരു യുവാവ് അനസ് എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഡൽഹിയിലെ പാറ്റ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. ആ കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഡൽഹിക്ക് പോകണം, നേപ്പാളിലും ഡാക്കയിലും കൊളംബോയിലുമൊക്കെ ചെയ്ത പോലുള്ള സമരം അവിടെയും ചെയ്യണം, എറിയണം, കല്ലെടുത്തെറിയണം, പോലീസുകാരുടെ നേരെ കല്ലെടുത്തെറിയണം. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കത്തിക്കണം, പാർലമെൻറ്റിന് നേരെ ആക്രമണം സംഘടിപ്പിക്കണം എന്നൊക്കെയാണ് പുള്ളി വിളിച്ച് പറഞ്ഞത്. കേട്ട വഴി കേൾക്കാത്ത വഴി കേരള പോലീസ് കേസ് രജിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ആദരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തന്നെ നെഞ്ചിയിൽ ഒരു കീർത്തി മുദ്ര കുത്തി കൊടുക്കുന്നതിന് പകരം ഈ പാർലമെൻറ്റ് ആക്രമിക്കണം എന്ന് പറഞ്ഞ തെറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ. പുള്ളി ആകെ പുലിവാലായിരിക്കും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അധികം വൈകാതെ തന്നെ പുള്ളി അത് പിൻവലിച്ചു. മാത്രമല്ല, മാപ്പും പറഞ്ഞു. അറിവില്ലായ്മയോട് പറ്റിപ്പോയതാണ്, മാപ്പേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സർക്കാരിൻ്റെ കരളലിയുന്നില്ല, ആഭ്യന്തര വകുപ്പിൻ്റെ കരളലിയുന്നില്ല, പോലീസിൽ നിന്ന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്ന്. ഇത് കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല, ഇത് കോൺഗ്രസിൻ്റെ അധ്യക്ഷതയിൽ ഭരണം നടക്കുന്ന കേരളത്തിലാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ച് നോക്കിയാൽ മതി. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് കർത്താവ് ഈശോ മിശിഹ ബൈബിളിൽ ചോദിച്ച കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. ഇപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരധികം വൈകാതെ നാട്ടിൽ തിരിച്ചെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഡൽഹി സമരത്തിൻ്റെ സകല വിധത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ വേടനും അതുപോലെ തന്നെ നമ്മുടെ അനസിനും മംഗളാശംസകൾ നേർന്നുകൊണ്ട് അവർക്ക് പോലീസിൻ്റെ പീഡനം ഇനിയും അധിക ദിവസം സഹിക്കേണ്ടി വരരുതേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട പറയുന്നു. നന്ദി, നല്ല നമസ്കാരം.